ഹായ് ഗുഡ് മോർണിംഗ് സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തെ. അപ്പോൾ ആരും മിസ്സാക്കരുത്. അങ്ങനെ കൺമണി താനുണ്ടാക്കിയ ആ പുട്ട് സ്വയം കഴിച്ചു നോക്കുകയാണ്. അത് കഴിച്ചു നോക്കുമ്പോൾ കൺമണിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കൂടുതൽ രുചിയൊന്നും അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വയം പറയുന്നുണ്ട് ഇതിലിപ്പോ എന്താ ഇത്ര വലിയ പ്രത്യേകത. കൃഷ് ആണെങ്കിൽ ഈ സമയം വളരെയധികം വിശപ്പെടുത്ത് നിൽക്കുകയാണ്. കൺമണിയോട് വന്ന് ഭക്ഷണം തരാൻ പറഞ്ഞ് ചോദിക്കാനും പറ്റില്ലല്ലോ, വഴക്കിട്ട് പോയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവളോട് നേരത്തെ ഉടക്കിടണ്ടായിരുന്നു. വല്ലാത്ത വിശപ്പ്, അതിന്റെ കൂടെ കറിയുടെ മണോ, ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കിച്ചണിന് വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കൺമണി ഭക്ഷണം കഴിക്കുന്നതോടെ കാണുമ്പോഴത്തേക്കും കൃഷി കൊതി അടക്കാനാവാതെ അടുക്കളയിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് കൺമണി കഴിക്കുന്നതിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. കൺമണിയാണെങ്കിൽ കൃഷിനെ കാണുമ്പോൾ കഴിക്കുന്നത് നിർത്തിയിട്ട് എണീറ്റ് നിൽക്കുന്നുണ്ട്. അപ്പൊ കൃഷി പറയും, കൺമണി കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ആര് വന്നാലും എണീക്കാൻ പാടില്ലെന്ന, അതുകൊണ്ട് അവിടെ ഇരുന്ന് സമാധാനമായിട്ട് കഴിച്ചോളാൻ പറയുന്നുണ്ട് കൃഷ്. ഉടനെ കൺമണി ചോദിക്കുന്നുണ്ട്, സാറിന് ഞാൻ പുട്ടെടുക്കട്ടെ? കൺമണിയെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിക്കുന്നത് തന്നെയായിരുന്നു കൃഷിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ആ സമയം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ ഏറ്റു എങ്കിലും പറയുന്നുണ്ട്, വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ കൺമണി ഞാൻ എടുക്കാമെന്ന് തന്നെ പറഞ്ഞിട്ട് കൃഷിന് കഴിക്കാൻ വേണ്ടിയുള്ള പുട്ടും കൂടെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. കൃഷിന് നല്ല സന്തോഷമാവുകയാണ്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇനി ഞാൻ കഴിക്കാൻ കാത്തിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി കാണുമോ? ഏയ് അതൊന്നും കാണില്ല എന്നൊക്കെ വിചാരിക്കുകയാണ് മനസ്സിൽ. ഇതേ സമയം കൺമണി പുട്ടുമായിട്ട് വരുന്നു. അതെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ട് കൺമണി അവിടുന്ന് മാറിപ്പോകാൻ തുടങ്ങുമ്പോൾ കൃഷി പറയുന്നുണ്ട്, കൺമണി അവിടെ തന്നെ ഇരുന്ന് കഴിച്ചോളാൻ. വേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കൺമണി. അങ്ങനെ കൺമണി മാറിയിരുന്ന് കഴിക്കാനായി അവിടുന്ന് പോകുന്നുണ്ട്. കൃഷാണെങ്കിൽ ഇതേ സമയം കൊണ്ടുവച്ച ആ പുട്ടിന്റെയും അതുപോലെ കറിയുടെയും ഒക്കെ സ്മെല്ലിങ്ങനെ ആസ്വദിക്കുകയാണ്. പിന്നീട് ഒട്ടും വൈകാതെ തന്നെ അതെടുത്ത് അത് പ്ലേറ്റിലേക്ക് വിളമ്പി കഴിക്കാൻ തുടങ്ങുന്നതും വിരലിലെ ആ പൊള്ളലേറ്റ ഭാഗത്ത് കറിയുടെ ചൂട് വീണ്ടും കൊണ്ടിട്ട് കൃഷിനാണെങ്കിൽ ശരിക്കും വേദന എടുക്കുന്നുണ്ട്. കൃഷിന്റെ ആ കരയുന്ന സൗണ്ട് കേട്ടുകൊണ്ട് കൺമണി അങ്ങോട്ട് വീണ്ടും വരുന്നു. എന്റെ കൈയെന്നും പറഞ്ഞ് കൃഷി അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ കൺമണി ഉടനെ തന്നെ ഒരു സ്പൂൺ എടുത്ത് കൊടുക്കുകയാണ് കൃഷിന്. ദേ ഈ സ്പൂൺ കൊണ്ട് കഴിച്ചു നോക്കാൻ പറഞ്ഞിട്ട്. എന്നാൽ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനും കൃഷിനെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോഴാണ് കൺമണി ആ കാര്യം പറയുന്നത്, സാർ ഞാനൊരു കാര്യം പറയട്ടെ, ആഹാരം ഞാൻ എടുത്തു തരാം. കൃഷാണെങ്കിലും അത് കേട്ട് എതിരഭിപ്രായം ഒന്നും പറയുന്നില്ല. മൗനം സമ്മതം എന്ന രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ കൺമണി ഒരു ചെറു പുഞ്ചിരിയുമായിട്ട് തന്റെ കൈകൊണ്ട് കൃഷിന് ആ ഭക്ഷണം വാരി കൊടുക്കുകയാണ്. കൃഷാണെങ്കിലും ചിരിയോടെ കൺമണിയെ തന്നെ ഉറ്റുനോക്കി ഭക്ഷണം കഴിക്കുന്നുണ്ട്. കൺമണിയാണെങ്കിലും കൃഷിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അല്പം നാണവും ചിരിയും ഒക്കെ കലർന്ന ഭാവത്തിലാണ് ഫുഡ് വാരി കൊടുക്കുന്നത്. കൃഷിനാണെങ്കിലും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കൺമണി ഈ കാര്യങ്ങളെല്ലാം ഗോകുലിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗോകുല് ഫോണിലൂടെ ചോദിക്കുന്നുണ്ട് ഇതറിഞ്ഞിട്ട്, അപ്പേ കളി കാര്യാവോ? ഫുഡൊക്കെ വാരി കൊടുക്കുന്നുവെന്ന് കേട്ടു. അല്ല, അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചതാ. കൃഷ് സാറിന്റെ കൈ പൊള്ളിയിരിക്കുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് കൺമണി ചോദിക്കുന്നുണ്ട്. ഉടനെ ഗോകുൽ ചോദിക്കുന്നുണ്ട് കുസൃതിയോടെ, അപ്പയോട് ഫുഡ് വാരി കൊടുക്കാൻ കൃഷ് സാറ് പറഞ്ഞതാണോ അതോ അപ്പയായിട്ട് തന്നെ കൊടുത്തതാണോ? കൺമണിക്കാണെങ്കിൽ അല്പം ദേഷ്യം വരുന്നുണ്ട് ഗോകുലിന്റെ ഈ ചോദ്യങ്ങളെല്ലാം കേട്ട്. നിനക്കിപ്പോ എന്താ അറിയേണ്ടതെന്ന് ചോദിക്കുന്നു. എങ്കിലും പറയാൻ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ ഗോകുല്. അപ്പോ കൺമണി ചിരിച്ചുകൊണ്ട് പറയാണ്, അത് പിന്നെ ഞാൻ തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞത്. ഇത് കേൾക്കുന്നതും ഒന്ന് ആക്കിയ രീതിയിൽ മൂളുന്നുണ്ട് ഗോകുല്. അപ്പോ കൺമണി ചോദിക്കും, എന്താടാ? ഏയ് ഒന്നുമില്ല. പിന്നെ അപ്പ ഒരു കാര്യം ചെയ്യേ, അപ്പയുടെ കൈവിരലും കൂടെ ഒന്ന് പൊള്ളിക്ക്. അപ്പോ കൃഷ് സാറ് അപ്പയ്ക്ക് ഭക്ഷണം വാരി തരും. അത് നല്ല രസമായിരിക്കും. നീ എന്റേത് വാങ്ങിക്കുമെന്ന് അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട് കേട്ടോ കൺമണി. എന്തായാലും അപ്പ ഹാപ്പിയാണല്ലോ, എനിക്ക് അത് മതിയെന്ന് പറയുന്നുണ്ട് ഗോകുലും. അങ്ങനെ അവര് തമ്മിൽ നല്ല കലചിരിയോടെ സംസാരിച്ചിരിക്കുമ്പോഴാണ് വരുൺ കൺമണിയെ വിളിക്കുന്നതായിട്ട് കൺമണിക്ക് തോന്നുന്നത്. അപ്പൊ ഗോകുലിനോട് പറയും, എടാ വരുൺ വിളിക്കുന്നുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം, വരുണിന്റെ ഫോൺ എടുക്കട്ടെ. എന്നാൽ ഗോകുൽ പറയും, വേണ്ട അപ്പ, ഇപ്പൊ വരുൺ ചേട്ടന്റെ കോൾ അറ്റൻഡ് ചെയ്യണ്ട. വരുൺ ചേട്ടനുമായിട്ട് ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ എവിടെയാണെന്നൊക്കെ അപ്പയോട് ചോദിക്കും. കൃഷ് സാറിന്റെ വീട്ടിലാണെന്ന് അറിഞ്ഞാൽ അത് പിന്നീട് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ഫോൺ എടുക്കണ്ട. വരുണാണെങ്കിൽ കൺമണിയുടെ കോൾ എൻഗേജ്ഡ് ആയിട്ട് കാണുമ്പോ ഇവർക്ക് മറ്റുള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കാം, എന്നോട് സംസാരിക്കാനാണ് കുഴപ്പം എന്നൊക്കെ ദേഷ്യത്തോടെ ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയം കൺമണി ഗോകുലിനോട് പറയുന്നുണ്ട്, എടാ എനിക്ക് ടെൻഷൻ ആവുന്നടാ. ഗോകുല് വീണ്ടും അത് തന്നെ പറയാണ് കൺമണിയോട്, അപ്പേ വരുണിന്റെ കോൾ എടുക്കണ്ട. കൺമണിയാണെങ്കിലും ഗോകുല് പറഞ്ഞതുപോലെ തന്നെ വരുണിന്റെ കോൾ അറ്റൻഡ് ചെയ്യണ്ട എന്ന് തന്നെ വിചാരിക്കുന്നു. നല്ല ദേഷ്യമാവുന്നുണ്ട് വരുണിന്. അലികയിൽ ചെന്നുകൊണ്ടാണല്ലോ വരുൺ കൺമണിയെ വിളിക്കുന്നത്. അപ്പൊ വരുണിനെ അവിടെ വെച്ച് അമ്മായിമാര് കാണുന്നുണ്ട്. അമ്മായിമാര് വരുണിനെ കാണുന്നതും, ദേ നമ്മുടെ ഭാവി മരുമകനിലെ ആ നിൽക്കുന്നത് എന്നും പറഞ്ഞ് വരുണിന്റെ അടുത്തേക്ക് ചിരിയോടെ ചെല്ലുകയാണ്. എന്നിട്ട് വരുണിനെ ഒന്ന് കളിയാക്കുന്ന രീതിയിൽ, എന്തൊക്കെയുണ്ട് മോനെ, സുഖാണോ? നീ കുറെ നേരമായോ വന്നിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോ, അത് നിങ്ങൾ എന്തിനാ അറിയുന്നതെന്ന് വരുൺ തിരിച്ചു ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ അറിയാൻ ആരാണെന്നും ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അമ്മായിമാര് പകച്ചു പോകുന്നു. തുടർന്ന് വരുൺ പറയുകയാണ്, എന്റെ സ്വഭാവം ശരിക്കും കൺമണിക്ക് അറിയില്ല. എന്നെ കളിപ്പിക്കാൻ വന്നാലേ
ഞാൻ അവളെ കൊന്നു കുഴിച്ചു മൂടും, അകത്തേക്ക് കയറി ചെന്ന് അവിടെ ഇട്ട് വെട്ടിക്കൂട്ടും ഞാൻ. അമ്മായിമാർക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വരുൺ പറയുന്നുണ്ട്, എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം അവൾ ഈ കാണിക്കുന്നതിനൊക്കെ അന്ന് ഞാൻ കണക്ക് തീർക്കും. ഇഞ്ചിഞ്ചായി അവള് നരകിക്കും. വരുണിന്റെ ഈ വാക്കുകളൊക്കെ കേട്ട് ആകെ പേടിച്ചു പോകുന്നുണ്ട് അമ്മായിമാര്. ഉടനെ സുലോചന ചോദിക്കുന്നുണ്ട്, മോനെ ഇപ്പൊ എന്താ പ്രശ്നം? വരുൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവൾ എന്റെ ഫോൺ എടുക്കുന്നില്ല, ഞാൻ ഇനി അകത്തേക്ക് കയറി ചെല്ലാൻ പോവുകയാ, വിളിച്ച ഫോൺ എടുക്കാൻ പറ്റുമോ ഇല്ലയോന്ന് ഞാനൊന്ന് പഠിപ്പിച്ചു കൊടുക്കട്ടെ. അപ്പൊ മാമ പറയും, ഓ അതാണോ, അതിന് മോനെ അവൾ ഇവിടെ ഇല്ലല്ലോ, എവിടെ പോയെന്ന് വരുൺ ചോദിക്കുന്നു. അത് പിന്നെ കൺമണി ഓഫീസ് ടൂറിലാണെന്ന് മറുപടി കൊടുക്കുകയാണ് ശാന്ത. അവള് കുറച്ചു ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ, മീറ്റിങ്ങിലൊക്കെ ആയതുകൊണ്ട് അവൾക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ലെന്നേ, അവള് ചീഫ് ഡിസൈനർ അല്ലേ. എന്നാൽ വരുൺ അപ്പോഴും പറയും, എന്ത് മീറ്റിംഗ്, ഏത് മീറ്റിംഗ്, പറ കേൾക്കട്ടെ. അത് പിന്നെ അലിഗയുടെ വേറെ ഓഫീസില് ടീമായിട്ടുള്ള വിസിറ്റാ, 4-5 പേര് പോയിട്ടുണ്ട് ഇവിടുന്ന്. ഇങ്ങനെയൊക്കെ അമ്മായിമാര് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും വരുണിന് അതൊന്നും കേട്ടിട്ട് വിശ്വാസമാവുന്നില്ല. കള്ളവാണെന്നും അവൾ ടൂറിനൊന്നും അല്ല പോയിരിക്കുന്നതെന്നും വരുൺ പറയുന്നുണ്ട് അവളുടെ മുഖത്ത് നോക്കി. എന്നാൽ ശാന്ത വീണ്ടും സ്ഥാപിക്കുകയാണ്, മോനെ അവൾ ടൂറിൽ തന്നെയാണ്. ഉടനെ വരുൺ ചോദിക്കുന്നുണ്ട്, ഇനി അവള് കൃഷിന്റെ വീട്ടിലേക്ക് എങ്ങനെ പോയോ? അല്ല, അവള് കൃഷിന്റെ വീട്ടിൽ പോകുമെന്ന് ഇവിടെ ഒരു സ്റ്റാഫ് പറഞ്ഞായിരുന്നു, അന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ലേ, പക്ഷെ ഞാൻ ഉറപ്പിച്ചു അവള് കൃഷിന്റെ വീട്ടിൽ പോവില്ലാന്ന്. ഇനി അവൾ അവിടെ എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ എന്ന് പറയാൻ തുടങ്ങുന്നതും സുലോചന ഇടപെട്ടുകൊണ്ട് പറയുന്നുണ്ട്, മോനെ അങ്ങനെയൊന്നും പറയാതെ, അവൾ അങ്ങനെ അന്യ വീട്ടിലൊന്നും പോയി നിൽക്കില്ലെന്നേ, മോൻ സമാധാനായിട്ടിരിക്കുന്നു പറഞ്ഞ് വരുണിനെ തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് വേറൊരു സ്റ്റാഫ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അവരോടായിട്ട് വരുൺ ചോദിക്കുന്നുണ്ട്, കൺമണി അകത്തുണ്ടോന്ന്. അപ്പൊ ആ സ്റ്റാഫ് പറയും, കൺമണി കൃഷ് സാറിന്റെ വീട്ടിലാണ്, ഇനി കുറച്ചു ദിവസം അവിടെ ആയിരിക്കും. അമ്മായിമാരാണെങ്കിലും ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ, അവർക്ക് പണി പാളിയെന്ന് മനസ്സിലാവുന്നു, ആകെ പേടിക്കുന്നു. വരുണാണെങ്കിൽ തറപ്പിച്ചൊന്ന് നോക്കുകയാണ് അമ്മായിമാരെ. ശേഷം അമ്മായിമാര് വരുണിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, അത് പിന്നെ മോനെ ടൂറിലാണെങ്കിലും കൃഷ് സാറിന്റെ വീട്ടിലേക്കും പോണം, കല്യാണം കഴിക്കുന്നതിന് മുന്നേ മോൾ ഇങ്ങനെ അവളുടെ ഒപ്പം ചുറ്റിത്തിരിയുന്ന ഒട്ടും ശരിയല്ല, ആളുകൾ അതും ഇതുമൊക്കെ പറയുന്നേ, അതുകൊണ്ട് മോൻ ചെന്നാട്ടെ എന്ന് പറഞ്ഞ് വരുണിനെ പറഞ്ഞു വിടാൻ നോക്കുകയാണ് 3 പേരും കൂടിയിട്ട്. വരുൺ തൽക്കാലത്തേക്ക് തന്റെ ദേഷ്യമെല്ലാം അടക്കി വെച്ചിട്ട് അമ്മായിമാരോട് ശരിയെന്ന് മാത്രം പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അമ്മായിമാർക്കാണെങ്കിൽ നല്ല ടെൻഷൻ ആവുന്നുണ്ട് വരുണിനെ കുറിച്ച് ഓർത്തിട്ട്. അവര് പരസ്പരം പറയുന്നുണ്ട്, ശാന്ത പറയുന്നുണ്ട്, ഭാമേ സുലു ഇവന്റെ രീതികൾ വെച്ച് നോക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു കേട്ടോ. സുലോചന പറയും, താലി കെട്ടിയിട്ട് അടുത്ത നിമിഷം മുതലേ ഇവൻ കൺമണിയെ കൊല്ലാക്കൊല ചെയ്തു തുടങ്ങും, അതിലൊരു സംശയവും വേണ്ട. അപ്പൊ ഭാമ പറയും, വരട്ടെ നമുക്ക് നോക്കാം എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന്. അതിനുശേഷം കാണിക്കുന്ന വിദ്യ ഒരു ഡിസൈൻ ദേവ്ജിക്ക് കാണിച്ചു കൊടുക്കുകയാണ്, താൻ വരച്ച ഒരു ഡിസൈൻ. എന്നാൽ അത് കണ്ടിട്ട് ദേവ്ജി അഭിപ്രായം പറയുന്നുണ്ട്, വിദ്യക്ക് ഈയിടെയായിട്ട് വളരെയധികം ശ്രദ്ധ കുറവാണല്ലോ, പ്രസന്റേഷനൊക്കെ തെറ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്, ഇവിടുത്തെ ജോലി മടുത്തു തുടങ്ങിയോ വിദ്യക്ക് എന്നൊക്കെ ചോദിക്കുമ്പോ വിദ്യ വിഷമിച്ചു പോകുന്നുണ്ട്. അപ്പോ ദേവ്ജി പറയും, അല്ല സാധാരണ വേറെ എവിടെന്നെങ്കിലും ഒക്കെ ഓഫർ വരുമ്പോഴാണ് നിലവിലുള്ള ജോലി ഉഴപ്പി തുടങ്ങുന്നത്. എന്നാൽ വിദ്യ പറയും, അയ്യോ ദേവ് സർ, അലികയാണ് എന്റെ ചോറ്. എന്നാൽ ദേവ്ജി പറയും, കഴിക്കുന്ന ചോറിന്റെ അർത്ഥം മനസ്സിലാക്കാതെ അത് വലിച്ചെറിയുന്നവരും ഉണ്ട്, പഴയ വിദ്യയല്ല ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്ന വിദ്യ ഒക്കെ ദേവ് സാറിന് തോന്നുന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിലും എന്റെ തോന്നലുകള് ശരിയായിട്ട് വന്നിട്ടുണ്ട് എന്ന് തിരിച്ചു പറയുന്നുണ്ട് ദേവ്ജി. ഇതേ സമയം ദേവ്ജിക്ക് ഒരു കോള് വരുന്നു, കൺമണിയാണ് വിളിക്കുന്നത്. കോൾ എടുത്ത ഉടനെ ഹലോ കൺമണി എന്ന് സന്തോഷത്തോടെ പറയുന്നതും, എന്തായി സാർ ഡിസൈൻ പ്രസന്റ് ചെയ്തു എന്ന് കൺമണി ചോദിക്കുന്നുണ്ട്. ഉടനെ ഉണ്ടാകുമെന്ന് മറുപടി കൊടുക്കുന്നുണ്ട് ദേവ്ജി. പ്രസന്റേഷൻ അയച്ചു കഴിഞ്ഞാൽ ഉടനെ അവര് റിപ്ലൈ ചെയ്യുമല്ലോ എന്ന് കൺമണി ചോദിക്കുമ്പോൾ അതുണ്ടാവും തന്നെ പറയുന്നുണ്ട് ദേവ്ജി. വലിയൊരു ടീമാണ്, അവർ അപ്രൂവ് ചെയ്യണം എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൺമണിക്ക് ദേവ്ജി. ഇതേ സമയം വിദ്യക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നുകയാണ്. ഏതോ ഒരു ഡിസൈനിനെ കുറിച്ചാണല്ലോ ഇവര് സംസാരിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് കൺമണി സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഡിസൈൻ അവർ അപ്രൂവ് ചെയ്യുമായിരിക്കും അല്ലേ സാറേ? ദേവ്ജിക്കാണെങ്കിൽ വിദ്യ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും തുറന്നു പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തൊട്ടും തൊടാതെയൊക്കെയാണ് കൺമണിയോട് സംസാരിക്കുന്നത്. അവസാനം ഞാൻ വിളിക്കാമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. അതിനുശേഷം വിദ്യ ചോദിക്കുന്നുണ്ട്, കൺമണിക്കിപ്പോ MD-യുടെ വീട്ടിലാണല്ലേ സാർ ഡ്യൂട്ടി? അത് കേട്ട് എന്താന്ന് ചോദിക്കുന്നുണ്ട് ദേവ്ജി. അല്ല, ഒരു നല്ല ഡിസൈനറെ വീട്ടുജോലിക്കാരിയാക്കി മാറ്റിയിരിക്കുന്നു, അല്ല ഇനി അത് കൺമണിയുടെ തന്നെ താല്പര്യമാണോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് ദേവ്ജിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. വിദ്യ വഴക്ക് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഈ ഡിസൈൻ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് വാ എന്നും പറഞ്ഞ് വിദ്യ അവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട് ദേവ്ജി. അതിനുശേഷം ബലരാമൻ വിദ്യയെ വിളിക്കുന്നുണ്ട് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ വിദ്യ പറഞ്ഞു കൊടുക്കും, ദേവ്ജിയും കൺമണിയും ചേർന്ന് എന്തോ പ്ലാനിംഗ് ഉണ്ട്, എന്തോ പ്രസന്റേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടത്. ഡിസൈൻ പ്രസന്റേഷൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇപ്പൊ കൂടെ അവർ സംസാരിച്ചതേ ഉള്ളൂ, ഞാൻ മാറി നിന്ന് എല്ലാം ശ്രദ്ധിച്ചായിരുന്നു, പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടില്ല. ഉടനെ ബലരാമൻ ചോദിക്കുന്നുണ്ട്, പുതിയ ഡിസൈനിങ്ങിന്റെ ഓഫർ എവിടെന്നെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല,
അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഇല്ല എന്ന് തന്നെ മറുപടി കൊടുക്കുകയാണ് വിദ്യ. കൺമണി ഓഫീസിലുണ്ടോ എന്ന് ബലരാമൻ ചോദിക്കുമ്പോൾ അവളിപ്പോ കൃഷിന്റെ വീട്ടിലാണ്, അവൾ ഈ ഓഫീസ് വിട്ട് ബിആറിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല സർ. സാറ് ബലമായി അവളെ കൊണ്ടുപോകാൻ ശ്രമിക്കണം സർ. ഞാനിവിടെ എത്രമാത്രം സേഫ് ആണെന്ന് എനിക്കറിയില്ല. അലികയിലെ രഹസ്യങ്ങൾ ബിആറിലേക്ക് ചോർത്തി തരുന്ന കാര്യം ഇവിടെ അറിഞ്ഞാൽ ഞാൻ അങ്ങ് തീർന്നു. വിദ്യ ഇങ്ങനെ ടെൻഷനോടെ പറയുന്നു കേട്ട് അതൊന്നും ഓർത്ത് പേടിക്കണ്ട. എന്തായാലും കൺമണിയും ദേവ്ജിയും കൂടെ സംസാരിച്ച ആ ഡിസൈനിന്റെ കാര്യങ്ങൾ എന്തിനെ കുറിച്ചാണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്ന് ബലരാമനെ ഓർമ്മിപ്പിക്കുമ്പോൾ ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട് വിദ്യ. അതേസമയം സുമിത്ര മനോജിന് ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കണം, വാങ്ങിക്കുമ്പോൾ സാധനങ്ങളുടെ ക്വാളിറ്റി ഒക്കെ ഉറപ്പുവരുത്തുകയും വേണം, അതുപോലെ വിലയും ശ്രദ്ധിച്ചോളണം എന്നൊക്കെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കിളിയൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്നും പറയുന്നു. ഇതെല്ലാം ഭാഗ്യശ്രീയും കാണുന്നുണ്ട്. സുമിത്ര പിന്നെയും ഓരോ ജോലികൾ ഏൽപ്പിക്കുകയാണ്. ഇത് വാങ്ങിക്കഴിഞ്ഞ് വന്നാൽ പിന്നെ മാർക്കറ്റിൽ പോകണമെന്നും ഫിഷ് വാങ്ങിക്കണമെന്നും ഒക്കെ കൽപ്പിക്കുന്നുണ്ട്. ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട് മനോജ്. തുടർന്ന് സുമിത്ര ചോദിക്കുന്നുണ്ട് മനോജിന് എന്തെങ്കിലും നാണക്കേട് തോന്നുന്നുണ്ടോ? ഇല്ലെന്ന് മനോജ് മറുപടി കൊടുത്തപ്പോ ഇനി അഥവാ ഉണ്ടെങ്കിലും വാങ്ങിച്ചേക്ക്. ശേഷം ക്യാഷ് എടുക്കാനായിട്ട് കിളിയനെയും കൂട്ടി അവിടുന്ന് മാറുന്നുണ്ട്. അതേസമയം ഭാഗ്യശ്രീ വന്നിട്ട് മനോജിനെ കണ്ടിട്ട് കൺമണിയുടെ ബ്രദർ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതേന്ന് മറുപടി കൊടുക്കുന്നുണ്ട് മനോജ്. അപ്പൊ ഭാഗ്യശ്രീ പറഞ്ഞു കൊടുക്കാണ്, ഒരാളെ എന്തൊക്കെ പണയപ്പെടുത്തിയാലും അഭിമാനം പണയപ്പെടുത്തരുത്. നാളാവില്ലേ നിങ്ങൾക്ക് ഈ വീട്ടിലെ എല്ലും കഷ്ണത്തിന് വേണ്ടി വാലാട്ടി നിൽക്കാൻ? ഈ കമ്പനിയിലെ സിഇഒ ആയിരുന്ന ആളല്ലേ, എന്നിട്ടിപ്പോ ചന്തയിൽ പോയി മീൻ വരെ വാങ്ങിക്കുന്നു. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഈ കടലാസല്ലേ സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതിയ ഈ തൊട്ട് അത് തരുന്നവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടേ ഇറങ്ങി പോകുമായിരുന്നു. എന്നാൽ മനോജ് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല കുട്ടി. കാരണം എന്താന്ന് ഭാഗ്യശ്രീ തിരക്കുമ്പോ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്റെ അനിയത്തി കൺമണിയെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അതെന്നെ കൊണ്ട് സാധിച്ചില്ല. കൺമണിയെ ഇവിടെ എത്തിക്കുന്നവരെ എനിക്ക് ഇവിടെ കഴിഞ്ഞേ പറ്റൂ. അപ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, അതെന്ത് വിചിത്രമായിട്ടുള്ള ന്യായമാണ്, ഞാൻ ചോദിക്കാം, അമ്മ വരട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് മനോജ്. ശേഷം ഭാഗ്യലക്ഷ്മി അല്ലേ ബലരാമൻ സാറിന്റെ അനിയത്തി, വളരെ നല്ല മനസ്സുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ കുട്ടി എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് മനസാക്ഷിയുള്ള ആളുകളോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. വേണ്ട, എനിക്ക് ഈ കമ്പനിയിൽ നിന്നേ പറ്റൂ. ജോലിയല്ല പ്രധാനം, എന്റെ ജീവനാണ്. എന്റെ ജീവൻ മാത്രമല്ല എന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെയും. അപ്പോഴേക്കും സുമിത്ര അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ക്യാഷ് ഞാൻ കിളിയനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ഫിഷൊക്കെ വാങ്ങിക്കുമ്പോഴേ വിലപേശി തന്നെ വാങ്ങിക്കണം എന്നെല്ലാം പറയുന്നത് കേട്ട് അത് സംബന്ധിച്ച് മനോജ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് മനോജ് എന്ന് വിളിച്ചുകൊണ്ട് ബലരാമൻ ചിരിയോടെ അവിടേക്ക് വരുന്നത്. ശേഷം മനോജിനോട് പറയും, മനോജ് അന്ന് എന്താ പറഞ്ഞത്? അലികയുടെ കമ്മിറ്റ്മെന്റ് കഴിഞ്ഞാൽ കൺമണി ഇങ്ങോട്ട് വരുമെന്നല്ലേ? ഇതിപ്പോ അവള് കൃഷിന്റെ വീട്ടുജോലിക്കാരിയാണെന്നാണല്ലോ കേൾക്കുന്നത്. കൃഷിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ തന്നെ. അപ്പൊ മനോജ് പറയും, അല്ല സാർ, ആ കൃപ അവള് കൺമണിക്ക് ഒരു അനിയത്തിയെ പോലെയാ. കൃപയെ വീട്ടിലാക്കിയപ്പോ കൃപയുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് കൂടിയിരിക്കാന്ന് വെച്ചിട്ടാ എന്നിങ്ങനെ ബലരാമനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബലരാമൻ ദേഷ്യത്തോടെ പറയാണ്, കൃപയെ രക്ഷിക്കാൻ എന്താ അവള് വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ? അവളുടെ ആരാ കൃപ? അന്ന് ആശുപത്രിയിലും അവള് വലിയ പ്രകടനമൊക്കെ നടത്തി അവള് കൃപയെ രക്ഷിച്ചെന്ന് പറഞ്ഞല്ലോ. ഇതിനിടയിൽ ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടാ, കൺമണി കൃപയെ രക്ഷിച്ചതിന് ഏട്ടൻ എന്തിനാ ഇത്ര വയലന്റ് ആവുന്നത്? അത് കേട്ടൊന്ന് പരുങ്ങുന്നുണ്ട് ബലരാമൻ. എന്നിട്ട് സ്നേഹത്തോടെ ഭാഗ്യലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല മോളെ, കൺമണി നമ്മുടെ കമ്പനിയിലേക്ക് ജോലി ചെയ്യാമെന്ന് നേരത്തെ വാക്ക് തന്നതാ. അതൊക്കെ കണ്ടുകൊണ്ടാ ഞാൻ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയത്. ആശുപത്രിയിൽ കിടക്കുന്ന ഒരു പെണ്ണിന് വേണ്ടിയിട്ട് എന്തിനാ വെറുതെ സമയം കളയുന്നതെന്ന് വെച്ചിട്ടാ. ബിആറിന് അതെല്ലാം വളരെ നഷ്ടങ്ങളല്ലേ ഉണ്ടാക്കുന്നത്. എന്നാൽ ഭാഗ്യലക്ഷ്മി പറഞ്ഞു കൊടുക്കും, ഒരു ജീവൻ രക്ഷിക്കാനല്ലേ ഏട്ടാ കൺമണി ശ്രമിക്കുന്നത്. ജീവൻ എടുക്കാൻ ആർക്കും പറ്റും, പക്ഷെ ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മനസ്സിൽ നന്മയുള്ളവർക്ക് മാത്രമേ തോന്നൂ. എന്നാൽ സുമിത്ര പറയും, മോളെ, മനസ്സിൽ അത്രയും നന്മയുള്ള പെൺകുട്ടിയാണെങ്കിൽ ഒരാളുമായിട്ട് വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കും. മനോജ് പറഞ്ഞിട്ടുണ്ട് വരുൺ എന്ന പയ്യനുമായിട്ട് കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണെന്ന്. പക്ഷെ ആ കൺമണി വരുണിനെ വിട്ടിട്ടിപ്പോ കൃഷിന്റെ കൂടെയാണെന്നാണല്ലോ ബലരാമൻ പറഞ്ഞിരിക്കുന്നത്. മനോജിനെ ഒന്നും കേട്ട് സഹിക്കുന്നില്ല. എന്റെ അനിയത്തിയെ പറ്റി അങ്ങനെ മോശമായ രീതിയിലൊന്നും കാണല്ലേന്ന് സുമിത്രയോടായിട്ട് പറയുന്നുണ്ട്. എന്നാൽ സുമിത്രയും ക്ലീറ്റസും ഒക്കെ കൂടിയിട്ട് കൺമണിയുടെ ക്യാരക്ടറിനെ വീണ്ടും കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഇതൊന്നും കേട്ടുകൊണ്ട് അധികം സഹിച്ച് അവിടെ നിൽക്കാൻ മനോജിന് കഴിയുന്നില്ല. മനോജ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഭാഗ്യലക്ഷ്മിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ബലരാമനോടും സുമിത്രയോടായിട്ടും പറയുന്നുണ്ട്, ഇതൊക്കെ വല്ലാതെ ഓവർ ആവുന്നുണ്ട് കേട്ടോ. മനുഷ്യത്വം എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും തീരെ ഇല്ലാണ്ട് പോയോ? കൺമണിയെ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് നല്ല കേട്ടറിവുണ്ട്. ഒരു വലിയ കലാകാരിയല്ലേ കൺമണി, ആ ഒരു വിലയെങ്കിലും ആ കുട്ടിക്ക് കൊടുത്തൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സുമിത്ര, മോളെ, ഞാനും രാമനും ഇതൊക്കെ ചെയ്യുന്നത് എല്ലാം മോൾക്ക് വേണ്ടിയിട്ടാ. പക്ഷെ ഭാഗ്യലക്ഷ്മി അതൊന്നും ഉൾക്കൊള്ളുന്നില്ല. ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുക തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഭാഗ്യലക്ഷ്മി പോകുന്ന സമയത്തിനിടയ്ക്ക് സുമിത്ര ബലരാമനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ആ വീട്ടിൽ 3 പേരല്ലേ ഉള്ളൂ, കൃഷ്ണൻ, കൺമണിയും കൃപ. നമുക്ക് 3 പേർക്ക് നമുക്ക് ആ 3 എണ്ണത്തിനെ അങ്ങ് തീർത്താലോ? ഇങ്ങനെ ബലരാമനോടായിട്ട് ചോദിക്കുന്നത്
ഭാഗ്യലക്ഷ്മി കേൾക്കുന്നുണ്ട് കേട്ടോ. ബലരാമൻ പറയുന്നുണ്ട് വരട്ടെ അമ്മേ, എന്തായാലും കൃഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ ഉണ്ടാകും. ഇതെല്ലാം കേട്ട് ഭാഗ്യലക്ഷ്മിക്ക് നല്ല പേടിയാവുന്നുണ്ട്. അതിനുശേഷം കൃഷിന്റെ പൊള്ളലില് വെക്കാൻ നേഴ്സിനോട് മരുന്ന് മേടിച്ചുകൊണ്ട് കൃഷിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കൺമണി. എന്നിട്ട് ആ പൊള്ളലില് മരുന്ന് തേച്ച് കൊടുക്കുന്നു. ആ മരുന്ന് തേച്ച് കൊടുക്കുന്നതിനിടയിൽ കൃഷി കൺമണിയുടെ ഫുഡിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തെ ആ സംഭവം ഇല്ലേ, കൺമണിയെ ഞാൻ വലിച്ചിട്ടത് ഉറക്കത്തില് അറിയാതെ സംഭവിച്ചു പോയതാ കൺമണി. അപ്പൊ കൺമണി പറയുന്നുണ്ട് എനിക്കത് മനസ്സിലായെന്ന്. ആശ്വാസമാവുന്നുണ്ട് കൃഷ്ണത് കേൾക്കുമ്പോ. എന്നിട്ട് കൺമണിയെ തന്നെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കൗതുകത്തോടെ. കൺമണിയെ തന്നെ അങ്ങനെ നോക്കി ലയിച്ചിരിക്കുകയാണ് കൃഷ്. ഇതിനിടയിൽ കൺമണി വേദന മാറിയോ എന്നൊക്കെ ചോദിക്കുന്നതും കൃഷ് ആ ചോദ്യം കേട്ട് സ്വപ്നലോകത്തിൽ നിന്ന് ഉണരുന്നുണ്ടെങ്കിലും എന്താണ് ചോദിച്ചതെന്നുള്ള കാര്യം കൃഷിന് അറിവില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് പരുങ്ങുന്നുണ്ട് കൺമണിക്ക് മുമ്പിൽ.